അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തിന്റെ പേരിലും ദൂർത്ത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിക്കായി ചെലവഴിക്കുന്നത് 1.5 കോടി രൂപയാണ്. അതിദരിദ്രർക്ക് സംരക്ഷണം ഒഴുക്കാൻ വകയിരുത്തിയ ഫണ്ടിൽ നിന്നും പണമെടുത്താണ് പരിപാടിക്ക് ചിലവഴിക്കുന്നത്. അതേസമയം നടൻ മമ്മൂട്ടി വേദിയിലെത്തിയിട്ടുണ്ട്. വിവാദമായ പരിപാടിയിൽ നിന്ന് നടൻ കമൽഹാസനും മോഹൻലാലും വിട്ടുനിൽക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നോക്കൂ, പാവങ്ങളുടെ പട്ടിണിക്കഞ്ഞിയിലും കൈയിട്ട് വാരുകയാണ് സർക്കാർ. ഇതെന്തൊരു ദൂർത്താണ്? ഈ പരിപാടി എന്തിനാണ്? ഇതെന്തൊരു പ്രഹസനമാണെന്നല്ലേ ചോദിക്കാൻ നിർവാഹമുള്ളൂ ശാലിനി. ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള പൊതുവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19 മന്ത്രിമാർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. വിവിധ മേഖലയിലെ പ്രമുഖർ, ജനപ്രതിനിധികൾ, MLA മാർ, MP മാർ അടക്കമുള്ളവരും ഈ വേദി അവിടെയാണ് ഈ ഒരു ചോദ്യം പ്രസക്തമായി ചോദിക്കേണ്ടത്. ഇതിപ്പോൾ ഈ പ്രഖ്യാപനം രാവിലെ നിയമസഭാ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയതാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുകയും അവകാശപ്പെടുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് മുഖ്യമന്ത്രി തിരക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പാവങ്ങളുടെ പട്ടിണിക്കഞ്ഞിയിൽ കൈയിട്ട് വാരി മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിനായിട്ടുള്ള ഫണ്ട് ഏകദേശം 1.5 കോടിയോളം രൂപയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേദിയുടെ നിർമ്മാണം, ഒപ്പം തന്നെ വേദി നടത്തിയ കലാപരിപാടികളടക്കമുള്ള പരിപാടിക്കും അതിന്റെ സംഘാടനത്തിനുമായി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ആ വകയിരുത്തിയ ഫണ്ട് എടുത്തിട്ടുള്ളത് ഈ അതിദാരിദ്ര്യരുടെ വീട് നിർമ്മാണത്തിനായിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണ ഫണ്ടിൽ കൈയിട്ട് മാറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുമ്പോൾ ഏകദേശം 52 കോടിയിലധികം രൂപയാണ് ഈ പാവങ്ങളുടെ വീട് നിർമ്മാണത്തിനായി വകയിരുത്തിയത്. ആ വകയിരുത്തിയ ഫണ്ടിൽ നിന്നാണ് ഏകദേശം 1.5 കോടിയോളം രൂപ ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ഈ വേദിക്കും മറ്റ് സംഘാടനത്തിനുമായി മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതാണ്. സംസ്ഥാനം പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമായിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും നിയമസഭയിൽ നിന്ന് ഈ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. സമാനമായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനതല പ്രഖ്യാപനം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രതിപക്ഷത്തിന്റെ നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഇതിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കേണ്ട 2 പേർ, ഒന്ന് നടൻ കമലഹാസൻ, മറ്റൊന്ന് നടൻ മോഹൻലാൽ. ഇവർ 2 പേരും ഈ പരിപാടിയിൽ നിന്ന് നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു പരിപാടിയിൽ നിന്ന് അവർ അനൌദ്യോഗികമായി വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു അതിഥിയായ നടൻ മമ്മൂട്ടി ഈ പരിപാടിയിൽ അല്പസമയം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. വേദിയിൽ അദ്ദേഹത്തിന് നമുക്ക് കാണുകയും ചെയ്യും. എന്തായാലും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പൊതുവേദിയിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. ഈ പരിപാടിയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, പ്രതികരണം അതെന്താണ്? ശരി, അതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിവരമോ നമുക്ക് നൽകാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വേദിയിൽ എത്തിയത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും സർക്കാർ നടത്തുന്ന പരിപാടികളിൽ പലപ്പോഴും മമ്മൂട്ടിയെ വിളിക്കാറുണ്ട്. സർക്കാരുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു നടൻ എന്ന നിലയിൽ തന്നെ ഈ പരിപാടിക്കും അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സർക്കാരിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. വേദിയിൽ അദ്ദേഹം നേരത്തെ തന്നെ എത്തി. ഇന്ന് രാവിലെ തലസ്ഥാനത്തെത്തി. ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം വേദിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഈ ഒരു പരിപാടി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഇതിന്റെ ഒരു ഭാഗമായി നടൻ മമ്മൂട്ടിയുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇന്ന് രാവിലെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയ കാര്യമാണ്. അതിനുവേണ്ടി വീണ്ടും ഇത്രയധികം കോടികൾ ചെലവഴിച്ച് പരിപാടി നടത്തണം എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും മന്ത്രിമാർ അടക്കമുള്ളവർ, എല്ലാ മന്ത്രിമാരും ഈ പരിപാടിയിൽ വേദിയിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കി നിന്നിരുന്ന CPI-യുടെ മന്ത്രിമാരടക്കമുള്ളവരും ഈ പരിപാടിയിൽ മുഖ്യമായി പങ്കെടുക്കുന്നുണ്ട്. മുൻനിരയിൽ തന്നെ CPI-യുടെ മന്ത്രിമാരെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്തായാലും ആർഭാടവും നോക്കും ഈ ഒരു സർക്കാരിന്റെ അവസാന കാലത്തും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ പേരിലും ദൂർത്ത് നടത്തുകയാണ് സർക്കാർ.